എല്ലാ വിഷയങ്ങളും ഏതൊരു കാര്യമായ ഒരു വിഷയം ഇന്നത്തെ കള്ള ശൈഖമാരും കള്ള തരീഖത്തിന്റെ ആൾക്കാരും നയിക്കുന്ന ഏറ്റവും വലിയ ഒരു കള്ളത്തരവും പൊള്ളത്തരവുമാണ്. അവർക്ക് ഇബ്ലീസിന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ ഉണ്ടാകും. ഇബ്ലീസ് എല്ലാവർക്കും ഉണ്ടാവും. ഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി. മനുഷ്യന്റെ രക്തസഞ്ചാരമുള്ള സ്ഥലങ്ങൾ എവിടെയെല്ലാമുണ്ടോ, എവിടെയെല്ലാമാണോ ബ്ലഡ് സർക്കുലേറ്റ് നടക്കുന്നത്, അവിടെയൊക്കെ സ്ഥാനം പിടിക്കാനും ഇടം തേടാനും ഇബ്ലീസ് കച്ചകെട്ടി ഒരുങ്ങുന്നവനാണെന്നും ആ ഇബ്ലീസ് വന്ന് പഴപ്പിക്കുന്നവനാണെന്നും പറയുമ്പോ, ഓ മുഅ്മിനീങ്ങളെ, നമ്മളാരും അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. നാം ഏവരും അതിൽ പെടാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഇബ്ലീസ് വന്നിട്ട് ബഹുമാനപ്പെട്ട ഈ ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹു, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിശാലമായ മരുഭൂമിയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ മരുഭൂമിയിലൂടെ നടക്കുമ്പോ വലിയ ചൂടുണ്ട്, കഠിനമായ ചൂടാണ്, ദാഹിച്ച് വലയുകയാണ്. ആ ദാഹിക്കുന്ന സമയത്ത് അവിടെ നിന്നൊന്നും കുടിക്കാനില്ല. ആ കുടിക്കാനൊന്നും കിട്ടാതിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുടെ അടുത്തേക്ക് ഒരു തളിക വരുന്നു, ഒരു പാത്രം വരുന്നു. ആ പാത്രം സ്വർണത്തിന്റെ പാത്രമാണ്. സ്വർണത്തിന്റെ പാത്രത്തിൽ വെള്ളമുണ്ട്. അവിടുന്ന് ഒരു അശരീരി കിട്ടു, ഓ മുഹീദ്ദീനെ, ഞാൻ അള്ളയാണ്. ശരിയായ സ്വഭാവം, കള്ള ത്വരീഖത്തും കള്ള ശൈഖമാരുടെയും സ്വഭാവം, ഞാൻ അള്ളയാണെന്ന് ഡയറക്റ്റായിട്ട് ഇബ്ലീസ് വന്ന് പറഞ്ഞു. എങ്ങനെ? വിശാലമായ മരുഭൂമിയിൽ നടന്നു നീങ്ങുമ്പോൾ ദാഹിച്ച് വലയുകയാണ്, കുടിക്കാനൊന്നുമില്ല. ആ സമയത്ത് ഒരു പാത്രം, നല്ലൊരു തളിക, ആ തളികയിൽ, സ്വർണത്തിന്റെ തളികയിൽ അതിൽ വെള്ളം കാണുന്നു. ആ വെള്ളം നിങ്ങൾ കുടിച്ചോളൂ, ഞാൻ അള്ളയാണ്. അപ്പോ അള്ളയാണെന്ന് പറയുമ്പോൾ ശൈഖ് ജീലാനി തങ്ങളൊന്ന് നോക്കി, ഇതെന്താ പാത്രം? ഇത് സ്വർണത്തിന്റെ പാത്രമാണ്. സ്വർണത്തിന്റെ പാത്രത്തിലും വെള്ളിയുടെ പാത്രത്തിലും വെള്ളം കുടിക്കാൻ പറ്റുമോ? പറ്റൂല എന്ന് പറഞ്ഞ് തിരിഞ്ഞു കളയുമ്പോ, അഹലൽതു, ഞാൻ നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു, അള്ളാഹു ഹറാമാക്കിയത് അള്ളാഹു ആകുന്ന ഞാൻ നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹറാമാണ് പലർക്കും, നിങ്ങൾക്ക് ഹലാല് എന്ന് പറഞ്ഞു. അപ്പോ മനസ്സിലാക്കി ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹു കള്ള വലിയല്ലല്ലോ, കള്ള തരീഖത്തിന്റെ ആളുമല്ലല്ലോ, ആ പഠിച്ച ആലിമാണല്ലോ, മുത്തഖിയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ആ മുഹ്യിദ്ദീൻ ശൈഖിന്റെ മനസ്സിൽ ഓർമ്മ വന്നത് ശയ്യബത്നി സൂറത്ത് ഹൂദ്. ഹൂദ് സൂറത്ത് തന്നെ നിരപ്പിച്ചു കളച്ചിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സൂറത്ത് ഹൂദ്, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്ത് ഹൂദ്. ആ ഹൂദ് സൂറത്തിൽ പറഞ്ഞൊരു ആയത്ത് എന്നെ നിരപ്പിച്ചു കളഞ്ഞെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണത് പറഞ്ഞത്? വസ്തഖിം കമാ ഉമിർത, നിങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചതെന്തോ, നിങ്ങൾക്ക് എന്താണോ നിർദ്ദേശം ലഭിച്ചത് അതുപോലെ സ്ട്രിക്റ്റും വളരെ ഹാസ്യമായിട്ട്, വളരെ കർക്കശമായ നിലവാരത്തോടെ, ഒരു എക്സ്ക്യൂസിനും വഴി കിട്ടാത്ത നിലക്ക് നിങ്ങൾ കൃത്യമായി നിന്നുകൊള്ളണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകരുതെന്നുള്ള ഖുർആനിന്റെ ആയത്തുണ്ട്. ആരോടാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ നിന്നോളണം, അപ്പുറം ഇപ്പുറം നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല, എക്സ്ക്യൂസിന് ഒരു വഴിയുമില്ല എന്നുള്ള നിലക്ക് അല്ലാഹു പറഞ്ഞപ്പോ ആ പറഞ്ഞതോർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെ നിറപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ക്യൂസ് ഇല്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഇസ്ലാമിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനു മുന്നിൽ എനിക്കൊരു വേണ്ടതുപോലെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമില്ല. അങ്ങനെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയാണ്. പിന്നെ എന്നോടൊരു അല്ലാഹു വന്നിട്ട് ഇത് നിങ്ങൾക്ക് മറ്റുള്ള പലർക്കും ഹറാമാണ്, നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കി എന്ന് പറയോ? അങ്ങനെ പറയൂല.
അങ്ങനെ പറയൂല, പറയരുത്. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് വരെ ചതിപ്പാനായി ചെന്നാല് ഇബ്ലീസെ ചാച്ച് കിടത്തി അയച്ചോവർ. ഇബ്ലീസുൽ ലഈൻ ബഹുമാനപ്പെട്ട ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ചതിക്കാൻ വന്നപ്പോ പണ്ഡിതനായ പക്വതയുള്ള മുത്തഖിയായ മുഖ്ലിസായ ശൈഖ് ജീലാനി തങ്ങൾ ഇബ്ലീസിനെ അതേ വഴിക്കങ്ങ് അട്ടിയോടിച്ചു. ആ ഇബ്ലീസുൽ ലഈനിന് സ്വാധീനം ലഭിച്ചിട്ടില്ല. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, എന്റെ മുഖ്ലിസീങ്ങളായ അടിമ, ആ അടിമകളെ നിനക്ക് വഴിപിഴപ്പിക്കാൻ കഴിയുകയില്ല. ആ മുഖ്ലിസീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുണ്ടല്ലോ, അവിടുന്ന് തീരുമാനിച്ചത് എന്നോട് ഈ നിലക്കുള്ള കുതന്ത്രവുമായി വന്ന ഇബ്ലീസ് അവൻ പറഞ്ഞത് എന്നെ വഴിപിഴപ്പിക്കാനാണ്. എന്റെ നിയമം ഞാൻ മാറ്റിയിരിക്കുന്നു, എന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പൊളിച്ചെഴുതിയിരിക്കുന്നു എന്ന് പറയാൻ സാധ്യതയില്ല. അപ്പൊ ശരീഅത്തിൽ ചേഞ്ചസ് വരൂല. നിസ്കാരം 5 വക്ത് നിസ്കാരം ഉണ്ടാകുമ്പോ ഒരാൾ 5 വക്തൊന്നില്ല, അത് 3 വക്ത് നിസ്കാരം മാത്രമേ ഉള്ളൂ. താജുൽ ഉലമ പറഞ്ഞ അംഗീകരിക്കോ? നിങ്ങൾ എം എ ഉസ്താദ് അംഗീകരിക്കോ? അംഗീകരിക്കരുത്. എന്നാ പിന്നെ താജുൽ ഉലമയല്ല, എന്നാ പിന്നെ എം എ ഉസ്താദ് നൂറുൽ ഉലമയല്ല. അങ്ങനെ പറയൂല. ശരീഅത്ത് വിട്ടിട്ട് ഒരു വലിയും ഇല്ലേ ഇല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, സാധാരണക്കാരിൽ സാധാരണക്കാര് തെറ്റിദ്ധരിച്ചു പോകരുതേ മുഅ്മിനീങ്ങളെ. കാണുന്ന ഔലിയാക്കന്മാരുടെ ആർഭാടങ്ങളിൽ നമ്മൾ ചെന്നുവിടരുത്, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തരുത് എന്ന് വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ശൈഖ് ജീലാനി തങ്ങൾ അവിടുന്ന് പറഞ്ഞതെന്താണ്? ആ ജീലാനി ശൈഖ് ജീലാനി തങ്ങളോട് ചോദിച്ചു ഇബ്ലീസ്, അല്ല നിങ്ങളെന്തേ എന്നെ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ഇബ്ലീസ് എന്ന്? ഞാൻ അല്ലാഹ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അല്ലാഹു അല്ല, പൊടോ ഇബ്ലീസേ എന്ന് പറഞ്ഞ് നിങ്ങൾ ആട്ടിയോടിച്ചല്ലോ, അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി കേൾക്കണം. നീ പറഞ്ഞത് എനിക്ക് വേണ്ടി ഹറാമായതിനെ ഹലാലാക്കി എന്ന് പറഞ്ഞുവല്ലോ, അങ്ങനെ ഒരു സംവിധാനം ഇല്ലേ ഇല്ല. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിച്ചെഴുതുന്ന പരിപാടിയില്ല. അത് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയിലുള്ള തിദ്ദുപടി വരുന്നത് പോലെയല്ല. മാറ്റത്തിരുത്തലുകളും ഭേദഗതി വരുത്തുന്നതുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. നമ്മുടെ ബി.ആർ. അംബേദ്കർ രചിച്ച ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിൽ ഭേദഗതി വരുത്തുന്നുണ്ട്, അതിൽ ബില്ലിൽ മാറ്റം വരുത്തുന്നുണ്ട്. നമ്മുടെ കർണാടക സർക്കാരും അത് ചെയ്യുന്നുണ്ട്. പലതും കർണാടക സർക്കാരിന്റെ ഉചിതത്തിന് വേണ്ടി, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉചിതത്തിന് വേണ്ടി ഭേദഗതി വരുത്തുന്നു. ഭരണഘടനയിൽ ബില്ലിൽ ചേഞ്ചസ് വരുത്തുന്നു. അങ്ങനെ ചേഞ്ചസ് വരുത്താനുള്ളതല്ല, അത് അല്ലാഹുവിന്റെ സർവേശ്വരനായ റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇബ്ലീസിനെ മനസ്സിലാക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയും. പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പണ്ഡിതനാണല്ലോ ബഹുമാനപ്പെട്ട ഇമാമുനാ യാഫിഈ റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്, സ്വഹാബത്തിന് ശേഷം അത്രക്കും വലിയ ആചാര്യന്മാരുടെ നേതാവായി വാഴാനുള്ള അധികാരമുള്ളത് ശൈഖ് ജീലാനി തങ്ങൾക്ക് മാത്രമാണ്. ആ നിലക്കുള്ള പക്വതയും പാണ്ഡിത്യവും ലഭിച്ച ആ ഒരു വലിയ മഹാരഥനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ജീലാനി റഹിമഹുല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്. പ്രഥമവുമായ വിഷയമാണ് ശരീഅത്ത് എന്നുള്ളത്. അപ്പോ ശരീഅത്തില്ലാതെ ഒരു വലിയും വരൂല എന്ന് നമുക്ക് ഉറപ്പായല്ലോ. ഏറ്റവും വലുത് ശരീഅത്താണ്. ആ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീൻ കൊണ്ട് മുറുകെ പിടിക്കലാണ്. ദീൻ മുറുകെ പിടിക്കലാണ്. ഇത് ഞാൻ പറയുമ്പോ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആരും വിഷമിക്കാനും വേണ്ടി പറയുന്നതല്ല. നിർവാഹമില്ലാതെ താജുൽ ഉലമയുടെ അനുസ്മരണമാകുമ്പോ പറയാതിരിക്കാൻ നമുക്ക് ഒരു നിലക്കും കഴിയില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ആദ്യത്തെ വരവ്, അവിടുന്ന് വരുമ്പോൾ പറഞ്ഞതെന്താണ്? വലൗ കാന വഹദി വലൗ വഹദി,
ഞാൻ ഒറ്റക്കാണെങ്കിലും തനിച്ചാണെങ്കിലും എനിക്കൊരാളും കൂടെ നിന്നില്ലെങ്കിലും, എന്റെ കൂടെ കാന്തപുരം ഉസ്താദ് നിന്നില്ലെങ്കിലും, എന്റെ കൂടെ MA നിന്നില്ലെങ്കിലും, എന്റെ കൂടെ ചിത്താരി ഉസ്താദ് നിന്നില്ലെങ്കിലും, ഞാൻ ഒറ്റക്കായി സത്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുക തന്നെ ചെയ്യുമെന്നല്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞത്. ആ താജുൽ ഉലമ ഇവിടെ ഒരിക്കലും ഇവിടെ ആശയത്തെ അടിയറ വെച്ചില്ല, ഇവിടത്തെ ആശയത്തെ ഒരിക്കലും പണയം വെച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ആ താജുൽ ഉലമക്ക് ഇവിടെ സമൂഹത്തിന്റെ ഇടക്ക് ലഭിക്കുന്ന ഈ സ്ഥാനമാനങ്ങൾ. എന്താണ് പറഞ്ഞത്? താജുൽ ഉലമ ദീന് മുറുകെ പിടിച്ച് പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങൾ ആരു കൂട്ടുന്നില്ലെങ്കിലും എനിക്ക് കോംപ്രമൈസിന് സാധ്യതയില്ല, ഞാൻ ഒരിക്കലും കോംപ്രമൈസിന് സന്നദ്ധനല്ല, ഒരിക്കലും ഞാൻ കോംപ്രമൈസിന് മുന്നോട്ട് വരികയും ഇല്ല, ദീന് വിട്ടിട്ടൊരു മര്യാദയും ഇല്ല. താജുൽ ഉലമ എങ്ങനെയാണ് നടന്നത്? താജുൽ ഉലമ എങ്ങനെയാണ് നടന്നത്? ശംസുൽ ഉലമയെ ബഹുമാനിക്കാത്തവരാണോ? കണ്ണിയത്ത് ഉസ്താദിനെ ആദരിക്കാത്തവരാണോ താജുൽ ഉലമ? അതൊക്കെ വേണ്ടതുപോലെ പഠിച്ചതല്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ? ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദാകുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ചെരുപ്പെടുത്ത് കൊടുക്കാൻ പോലും സന്നദ്ധ കാണിച്ചതല്ലേ താജുൽ ഉലമ? സയ്യിദാണെന്ന് പറഞ്ഞിട്ട്, ഞാൻ ഉസ്താദാണ്, എന്റെ ഉസ്താദാണ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദിന്റെ ബഹുമാനം ഒരിക്കലും കുറച്ചിട്ടില്ല. താജുൽ ഉലമ ചെരുപ്പെടുത്ത് വെച്ച് കൊടുത്തത് നമുക്കറിയില്ലയോ ശംസുൽ ഉലമക്ക്? അതുകൊണ്ട് താജുൽ ഉലമയും ശംസുൽ ഉലമയും ഒരിക്കലും പിഴച്ചിട്ടില്ല. റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് ഉസ്താദും പിഴച്ചിട്ടില്ല, അവരാരും പിഴച്ചിട്ടില്ല. പിന്നെ പിഴച്ചതാരാ? പിഴച്ചത് ഈ ഗീബത്തും നമീമത്തും പറഞ്ഞിട്ട് പണ്ഡിതന്മാർക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുന്നവരാണ്. താജുൽ ഉലമയുടെ സ്ഥാനം ശംസുൽ ഉലമക്കറിയാം, ശംസുൽ ഉലമയുടെ സ്ഥാനം താജുൽ ഉലമക്കറിയാം. അവരുടെ എല്ലാവരുടെയും സ്ഥാനം കണ്ണിയത്ത് ഉസ്താദിനറിയാം, കണ്ണിയത്ത് ഉസ്താദിന് താജുൽ ഉലമയുടെ എല്ലാ നിരക്കുള്ള സ്ഥാനമാനങ്ങളും അറിയാം. പിന്നെന്തിനാണ് നമ്മൾ ഫിത്ന ഫസാദ് ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ താജുൽ ഉലമ ദീന് മുറുകെ പിടിച്ചു. അവിടെയാണ് വിഷയത്തിന്റെ കാതലായ വശം കിടക്കുന്നത്. ദീൻ